കോട്ടയം മണിപ്പുഴയിലെ ബീവറേജസ് സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയ വിഷ്ണു നേരത്തെയും മദ്യം മോഷ്ടിച്ചിരുന്നു എന്നുള്ള വിവരം വരികയാണ്. ഞായറാഴ്ച മാത്രം 4000 രൂപയുടെ മോഷണം നടത്തി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഷിനോജ് എസ്റ്റി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഷിനോജി, മോഷണം സ്ഥിരം ഇയാളുടെ പരിപാടി തന്നെയാണല്ലേ? അക്ഷയ, പോലീസും അത് തന്നെയാണ് പറയുന്നത്. മുന്തിയ ഇനം മദ്യങ്ങൾ ഉന്നമിട്ട് മോഷ്ടിക്കുന്നതാണ് പ്രതിയുടെ ശൈലി എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോട്ടയം മണിപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ഇത്തരത്തിൽ മോഷണം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1420 രൂപ വില വരുന്ന മുന്തിയ ഇനം മദ്യമാണ് ഇത്തരത്തിൽ പ്രതി ആയിട്ടുള്ള ഞാലിയാകുഴി സ്വദേശി വിഷ്ണു മോഷ്ടിച്ചതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ അതേ ദിവസം തന്നെ കൂടുതൽ മദ്യം പ്രതിയായിട്ടുള്ള വിഷ്ണു മോഷ്ടിച്ചതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ആദ്യം പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആദ്യം ഈ പ്രതി ബിവറേജസിലേക്ക് വരുന്നു. അതിനുശേഷം 2 കുപ്പി മദ്യം, ഏകദേശം 2500 രൂപ വില വരുന്ന 2 കുപ്പി മദ്യം അരകിൽ തിരികെ വച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ട് വണ്ടിയിൽ വച്ചതിന് ശേഷം വീണ്ടും കയറിയാണ് 1420 രൂപ വില വരുന്ന മറ്റൊരു മദ്യം രണ്ടാമതായി മോഷ്ടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മോഷ്ടിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുതുതായി പുറത്തു വന്നിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, നേരത്തെയും സമാനമായ രീതിയിലുള്ള മോഷണം ഈ പ്രതി നടത്തിയിട്ടുള്ളതായിട്ട് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ വിഷ്ണു സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 20-നും സമാനമായ രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ട്. മുന്തിയ ഇനം മദ്യങ്ങൾ നോക്കി വച്ച് മോഷ്ടിക്കുന്നതായിരുന്നു പ്രതിയുടെ ശൈലി രീതി എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇന്നലെയും സമാനമായ രീതിയിൽ മോഷ്ടിക്കാൻ എത്തിയപ്പോഴാണ് ജീവനക്കാർ ഇയാളെ നിരീക്ഷിക്കുകയും ഇയാളുടെ പിന്നാലെ പോയി ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ ബൈക്കിൻ്റെ ഉൾപ്പെടെ ചിത്രങ്ങൾ പകർത്തുകയും ചിങ്ങവനം പോലീസിൽ പരാതി നൽകുകയും ചെയ്ത് അതിൻ്റെ പിൻഭാഗമായിട്ട് കൊണ്ടാണ് ഇന്ന് രാവിലെയോടുകൂടി ചിങ്ങവനം പോലീസ് ഞാലിയാകുഴി സ്വദേശികൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്.